ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കുർക്കുമിൻ അധികം നഷ്ടപ്പെടാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഒരു ചെറിയ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർഷത്തിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ ഒരു ചെറിയ കണ്ണി മഞ്ഞൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു 10-12 ഗ്രോ ബാഗ് ഉണ്ടാക്കി തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി കിട്ടും. ഇപ്പോൾ ഈ പറിച്ച മഞ്ഞൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നട്ടതാണ് കേട്ടോ. നട്ടത് എങ്ങനെയാണെങ്കിൽ ഒരു കണ്ണി പോലെ എടുത്തിട്ട് അതിൽ ഓരോ കുഴി കുഴിച്ച് ആ കുഴിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടാണ് ഓരോ പീസ് മഞ്ഞളിൻ്റെ വിത്ത് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയത്. പിന്നീട് നമ്മൾ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഒരു ജൂൺ മാസം പകുതിയൊക്കെ ആയപ്പോഴാണ് അടുത്ത വളം കൊടുത്തത്. അത് ഇതുപോലെ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അത് എന്തെങ്കിലും ഒന്നും കുറച്ച് വേപ്പും പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് എല്ലാം ഒരേ അളവിലെടുത്താൽ മതി. മിക്സ് ചെയ്ത് ഓരോ പിടി നമ്മൾ മഞ്ഞളിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾ നട്ടതിലുള്ള കളയൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം തടത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് മഞ്ഞളുമ്പോൾ തൊടാതെ വിട്ടിട്ടാണ് നമ്മൾ ഈ വളം ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ മഞ്ഞൾ പറിച്ചത്. ഇത്രയും മഞ്ഞളാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിത് പുഴുങ്ങുന്നതിന് മുന്നേ നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം കഴുകിയാൽ കേട്ടോ നമ്മുടെ മഞ്ഞളിൻ്റെ മണ്ണ് മുഴുവൻ നമുക്ക് പോയി കിട്ടുള്ളൂ. നമ്മൾ നിലത്ത് നടുന്നതിലും കൂടുതൽ വിളവ് കിട്ടുന്നത് എപ്പോഴും ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നടുമ്പോഴാണ് കേട്ടോ. അതിന് കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ ഓരോ ഗ്രോ ബാഗിലും ഇട്ട് കൊടുക്കുന്ന വളം ആ ചെടിക്ക് തന്നെ ഫുള്ളായിട്ടും കിട്ടും. അതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്നത്. കുറച്ച് വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ സിമെൻറ്റും ചാക്ക് ഒഴിഞ്ഞതൊക്കെ ഇല്ലേ അതേപോലത്തെ ഒരു ചാക്കിലോ ഒക്കെ നടുകയാണെങ്കിൽ ഒരു 10 ചാക്കിൽ നട്ടാൽ മതി. നമുക്ക് ഒരു ചെറിയ ഫാമിലിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഒരു വർഷത്തിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടും. നമ്മൾ മഞ്ഞൾ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചിടുകയാണ് കേട്ടോ. ഓരോ വിത്തുമ്മലും ഉള്ളത് ഫുള്ളായിട്ട് പൊട്ടിച്ചിടുക. അതുപോലെ അതിൻ്റെ വേരൊക്കെ ഉണ്ടാവില്ലേ ആ വേരൊക്കെ പൊട്ടിച്ച് കളയുക കേട്ടോ. അതുപോലെ കുറച്ച് വലിയ തള്ള വിത്തുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് വെച്ചെങ്കിൽ ഒന്ന് നടു മുറിച്ചിടുന്നത് നല്ലതാട്ടോ. നമുക്ക് വേഗം പുഴുങ്ങി കിട്ടാനും അതുപോലെ ഉണങ്ങി കിട്ടാനും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെ ഓരോ വർഷം മഞ്ഞൾ പറിക്കുമ്പോഴും ഇതുപോലെ നല്ല വിത്തുകൾ നോക്കിയിട്ട് മാറ്റി വയ്ക്കുക. അത് നമുക്ക് അടുത്ത വർഷം മഞ്ഞൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഞാനിത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ പൊടിപ്പിക്കുന്നത്. നമ്മൾ വീട്ടിൽ മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ നമ്മൾ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് വേണം ഉണക്കാൻ കേട്ടോ. രാസവളങ്ങൾ ഉപയോഗിച്ചും മഞ്ഞൾ കൃഷി ചെയ്യാം കേട്ടോ. വ്യാപാര അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുമ്പോൾ രാസവളങ്ങൾ ചേർത്തിട്ടായിരിക്കും അധികവും മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. കാരണം കൂടുതൽ വിളവ് കിട്ടുക അപ്പോഴാണ്. പക്ഷെ നമുക്ക് എപ്പോഴും വീട്ടിൽ ഉപയോഗിക്കാൻ നല്ലത് നമ്മൾ ജൈവവളങ്ങൾ കൊടുത്തുണ്ടാക്കുന്ന മഞ്ഞൾ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വർഷത്തേക്ക് അടുത്ത ജനുവരി ഫെബ്രുവരി മാസത്തിൽ വിളവെടുക്കാനുള്ള മഞ്ഞൾ ഈ ഏപ്രിൽ മാസത്തിൽ നടാം. ഞാനിത് പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് 10 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾ വേവാൻ ആവശ്യമായ വെള്ളം മാത്രമാണ് ഇതിലൊഴിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. മഞ്ഞൾ വെന്ത് വരുമ്പോൾ അപ്പോൾ വെള്ളമൊന്നും ബാക്കി ഉണ്ടാവില്ല. കുക്കർ നമ്മൾ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെക്കുന്നത്. ഒരു 2 വിസിലടിച്ചിട്ട് വെച്ചെങ്കിൽ നമ്മുടെ മഞ്ഞൾ വെന്ത് കിട്ടും. കുക്കർ ഓഫാക്കി ആവിയെല്ലാം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ കേട്ടോ. നമ്മളിതുപോലെ പുഴുങ്ങിയെടുക്കുന്ന മഞ്ഞൾ വേവ് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞളൊന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പം നല്ല സോഫ്റ്റായി ഉണ്ടായിരിക്കും. അതുപോലെ വേവ് അറിയാനുള്ള വേറൊരു മാർഗ്ഗം മഞ്ഞൾ ഇതുപോലെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് വലിയുന്ന പോലെ വലിയുന്നത് കാണാം. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മുടെ മഞ്ഞൾ പാകത്തിന് വേവായി എന്നുള്ളത് കേട്ടോ. ഇതുപോലെ പാകത്തിന് വേവിന് നമ്മൾ മഞ്ഞൾ പുഴുങ്ങിയെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ ഉണക്കി കഴിഞ്ഞാലും ഇതുപോലെ നല്ല വലിയ മഞ്ഞളായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേ വേവ് പാകമായില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞൾ ഉണക്കിയെടുക്കുമ്പോൾ ആകെ ചുക്കി ചുളിഞ്ഞിട്ട് ചെറുതായിട്ടാണ് ഇരിക്കുക. ഇങ്ങനെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരു 12 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ ഇത്. ഈ ഒരു മഞ്ഞൾ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചപ്പോൾ നമുക്ക് 3 കിലോയിലധികം മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മഞ്ഞൾപ്പൊടി ഒന്നും പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് ആവശ്യമായ മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.